Hello children, so we are coming to the next system which is the sulfur system. ഇതും നമ്മുടെ വൺ കോമ്പണൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. ആൻഡ് ഇവിടെ നമ്മൾ ഇപ്പോൾ സൾഫർ ഇസ് ജസ്റ്റ് വൺ കോമ്പണൻറ്റ് അല്ലേ, ജസ്റ്റ് വി ഹാവ് സൾഫർ. ഓക്കെ, നൗ ഈ സൾഫർ ഏതൊക്കെ ഫേസിലാണ് വി ഹാവ് ടു ഏതൊക്കെ ഫേസിൽ എക്സിസ്റ്റ് ചെയ്യണമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ആൻഡ് വി ഹാവ് 4 ഫേസസ്. ഓക്കെ, അതായത് സോളിഡ് ഫേസ് നമുക്ക് വി ഹാവ് ഇറ്റ് ഇൻ റോംബിക് സൾഫർ ഫോം, അതാണ് SR നമ്മൾ പറയുന്നത്. ദെൻ ഐ ഹാവ് ദ മോണോക്ലിനിക് ഫോം ഓഫ് സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് SM. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എത്ര നമുക്ക് സോളിഡ്സ് ഉണ്ടെങ്കിൽ ഏതൊക്കെ ഡിഫറെൻറ്റ് തരമാണെങ്കിൽ അതൊക്കെ ഓരോ ഫേസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. സോ സൾഫർ 2 ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, റോംബിക് ആൻഡ് മോണോക്ലിനിക്. അതൊരു ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗത്തിൽ വരണതാണ്. അപ്പോൾ ഈ 2 ഡിഫറെൻറ്റ് സോളിഡ്സ് ആയതുകൊണ്ട്, സോളിഡ് സ്റ്റേറ്റ്സ് ആയതുകൊണ്ട് ദേ ആർ 2 ഫേസസ് ഹിയർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വി ഹാവ് ലിക്വിഡ് സൾഫർ which is liquid SL, and we have the vapor phase which is SV. So എത്ര ഫേസ് ഉണ്ട് ഈ സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ we have 4 phases. ഓക്കെ, നൗ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ലോവസ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 0 ആണ്. ദ ലോവസ്റ്റ് ഡിഗ്രി ഇസ് F is equal to 0. ഓക്കെ, അപ്പോൾ ഒരു 1 കോമ്പണൻറ്റ് സിസ്റ്റത്തിൽ C is definitely equal to 1, right? So when we put in our Gibbs നമ്മുടെ Gibbs phase rule, that is F is equal to C minus P plus 2. ഇതാണല്ലോ നമ്മൾ പഠിച്ച Gibbs phase rule. ഇതിൽ 0 ഇട്ടിട്ട് കോമ്പണൻറ്റ് 1 ഇടുമ്പോൾ I will get the maximum phase that can exist. It is P is equal to 3. This is very important. അതായത് നമ്മൾ വാട്ടർ സിസ്റ്റത്തിൽ നമ്മൾ കണ്ട പോലെ മാക്സിമം ഫേസ് ഇവിടെയും 3 ഒരു കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റണ ഒരു മാക്സിമം ഫേസ് എത്രയാന്ന് ചോദിച്ചാൽ 3 ആണ്. സോ ഇവിടെ 4, വിച്ച് മീൻസ് ദാറ്റ് നമുക്ക് 4 ഫേസ് ഉണ്ടെങ്കിലും ഈ 4 ഫേസ് ഒന്നിച്ച് ഒരിക്കലും ഈക്വലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ് ദറ്റ് വി മസ്റ്റ് റിമെമ്പർ. സോ ഇത് വെച്ചിട്ട് നമുക്കൊരു ടെമ്പറേച്ചർ എന്താ പറയുക, പ്രഷർ നമുക്ക് ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. ആൻഡ് ഐ ഹാവ് ഡ്രോൺ ഇറ്റ് ഓൾറെഡി ഹിയർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ലുക്കിംഗ്. കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പാണ് ഈ ഫേസ് ഡയഗ്രാം ഫോർ സൾഫർ സിസ്റ്റം. ഇനി നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യണ പോലെ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ. ഇതിൽ നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുക. നമ്മൾ ആദ്യം ആ സിസ്റ്റം എടുക്കും. യു വിൽ സേ ദ ഡിഫറെൻറ്റ് ഫേസസ് ദാറ്റ് എക്സിസ്റ്റ്. യു വിൽ പുട്ട് F equal to 0. You will see what is the number of C, and then you will apply the phase rule and you will get the maximum number of phases that can coexist. And also namukku you can also see the maximum degrees of freedom, which is F is equal to 1 minus minimum ഒരു phase exist ചെയ്യാനല്ലോ 1 plus 2, which means that there is only 2. the 2 ആണല്ലോ ആൻസർ. 1 minus 1 will become 0. അപ്പോൾ the maximum degrees of freedom that you can see is 2. അതുകൊണ്ടാണ് നമ്മൾ പ്രഷർ, ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ വേരിയബിൾസ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറഞ്ഞാൽ നമ്മുടെ വേരിയബിൾസ് ആണല്ലോ. സോ അത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടണേ. ഓക്കെ, നൗ വി ഗോ ടു എക്സ്പ്ലെയിൻ ദിസ് ഗ്രാഫ്. ഇതിൽ യു ഹാവ് ടു റിമെമ്പർ വി ഹാവ് ഏരിയാസ്. എപ്പോഴും ഇങ്ങനെ പഠിക്കാവൂ. ഏരിയാസിൻ്റെ വി ഹാവ് കർവ്സ് ആൻഡ് വി ഹാവ് പോയിന്റ്സ്. ഓക്കെ, ഈ 3 സംഭവങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഏരിയാസ്. So where are the areas? Okay, now നമ്മളിവിടെ നമുക്ക് നോക്കാം. ആൻഡ് ഈച്ച് ഏരിയയിൽ വി ആർ ഗോയിങ് ടു അപ്ലൈ ദ ഫേസ് റൂൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈച്ച് ഏരിയ പറഞ്ഞാൽ ABFG, ദാറ്റ് ഈസ് എൻ ഏരിയ വിച്ച് ഈസ് ഓഫ് റോംബിക് സൾഫർ ഇരിക്കുന്ന റീജിയൻ ആണ്. ദെൻ BFC, കണ്ടോ, you have the area under BFC. Okay, that is inside BFC is my monoclinic sulfur irrigana region, and GCD is my liquid sulfur irrigana region, and the area under ABCD is my vapor phase irrigana region. Okay, so all these region okay, I'm just going to say it ഒന്നിച്ചാണ് ഞാൻ പറയാൻ പോണേ. ദാറ്റ് ഈസ് ഓൾ ദീസ്
region, you should say that idokke inna aalkarana irikana ഒറ്റ phase ullu kando. Rhombic sulfur, monoclinic sulfur, liquid sulfur and vapor phase. All these region has only P equal to 1. And if you apply F is equal to C minus P plus 2, you will get 1 minus 1 plus 2, which is equal to 2, means the areas are all bivariant. Manasalayo? Is what we have to say. Each area is bivariant. Idinte artham enda? System, that is, you to define the system at any point in this area. എനിക്ക് ഈ ഒരു പോയിന്റിൽ ഡിഫൈൻ ചെയ്യണമെങ്കിൽ I must specify the pressure and the temperature. ഒന്നിച്ച് പറയണം. ഈ പോയിന്റ് ആണെങ്കിൽ ഈ ഇന്ന പ്രഷർ ഇന്ന ടെമ്പറേച്ചർ എന്ന് പറയണം. സോ ഇതാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് വി ഗോ ടു കർവ്സ്. ഇത്രയല്ലോ അവിടെ ഏരിയയിൽ. കർവ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏതൊക്കെയാ കർവ്സ്? എ ബി, ബി സി, സി ഡി, ബി എഫ്, സി എഫ് ഒക്കെ. ഓക്കെ, സോ ഇവിടെ വി ഹാവ് ടു ടേക്ക് ഓൾ ദ കർവ്സ് ആൻഡ് എക്സ്പ്ലെയിൻ. നൗ കർവ്സിൽ എപ്പോഴും ഓർത്തോളോ, നമുക്ക് യു ക്യാൻ സീ ദാറ്റ് ദർ വിൽ ബി 2 ഫേസസ്. നോക്കൂ, ഒരു കർവ് എ ബി നോക്കൂ, അപ്പുറത്ത് റോംബിക് സൾഫറും താഴെ വേപ്പർ സൾഫറാണ്. ലെറ്റ് us ടേക്ക് ബി എഫ്. ഇപ്പുറത്ത് റോംബിക് സൾഫറും ഇപ്പുറത്ത് മോണോക്ലിനിക് ആണ്. ലെറ്റ് മീ ടേക്ക് ബി സി, മോണോക്ലിനിക് ആൻഡ് വേപ്പർ. ലെറ്റ് മീ ടേക്ക് സി എഫ്, അപ്പോൾ മോണോക്ലിനിക് ആൻഡ് ലിക്വിഡ് ഫേസ്. അങ്ങനെ നമുക്ക് പല കർവിൽ 2 ഫേസ് ആണ് എക്സിസ്റ്റ് ചെയ്യുക. സോ ജനറൽ ആയിട്ട് ഞാൻ എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2 അപ്ലൈ ചെയ്യുമ്പോൾ 1 കോമ്പണൻ്റ് ആണ്, 2 ഫേസ് എക്സിസ്റ്റ് ചെയ്യണു. പ്ലസ് 2 ആകുമ്പോൾ 1, വിച്ച് മീൻസ് ഇറ്റ് ഇസ് മോണോവേരിയൻറ്റ്. അതായത് ഇതിൻ്റെ അർത്ഥം ഇവിടെ ഞാൻ എന്താ പറഞ്ഞ, നമ്മൾ ബൈവേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഇൻസൈഡ് ദ ഏരിയയിൽ ഞാൻ പറയുമ്പോൾ 2 പ്രഷറും ടെമ്പറേച്ചറും പറയണം എന്നാണ് ആ സിസ്റ്റം ഡിഫൈൻ ചെയ്യാൻ. ഇവിടുത്തെ സിറ്റുവേഷനിൽ മോണോവേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കർവിൽ ഞാൻ ഒരു പോയിന്റ്, ഞാൻ ഈ പോയിന്റ് ആണ് എടുക്കണേന്ന് വിചാരിക്കും. അപ്പോൾ ഇഫ് ഐ എം ടെലിംഗ് ദ പ്രഷർ, ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ ഇസ് ഫിക്സ്ഡ്. ബിക്കോസ് ഈ പോയിന്റ് ഞാൻ കുറച്ച് ഇങ്ങോട്ട് നീക്കിയാൽ ഉടനെ ഇറ്റ് വിൽ ഗോ ടു ദി 1 കോമ്പണൻറ്റ് സിസ്റ്റം. കണ്ടോ, ഈ എന്താ പറയുക, അലോങ് ദിസ് കർവ് മീൻസ് ഇറ്റ് ഇസ് ഓൺലി മോണോവേരിയൻറ്റ്. ഏതെങ്കിലും ഒരെണ്ണം, അല്ലെങ്കിൽ ഞാൻ ടെമ്പറേച്ചർ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രഷർ ഇസ് ഫിക്സ്ഡ്. അങ്ങനെ. സോ only one can be varied. So let me look at all the curves that we have. Okay, എനിക്ക് കർവ് ഉള്ളത് ഞാൻ ഇപ്പോൾ ആദ്യം എഴുതാം. എ ബി, ബി സി, സി ഡി, ബി എഫ്, സി എഫ് ഉണ്ടല്ലേ, സി എഫ്, എഫ് ജി. ഓക്കെ, ദിസ് ആർ ദ സ്ട്രോങ് ലൈൻസ്. ഓക്കെ, ഞാൻ 2 ഡോട്ടഡ് ലൈൻസും ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. സോ എ ബി എന്താ നോക്കൂ, ലെറ്റ്സ് ഗോ ബാക്ക്. എ ബി ഇസ് എസ് ആർ ആൻഡ് എസ് വിയുടെ ഒരു ഇതാണ്, ഇക്വിലിബ്രിയമാണ്. എസ് ആർ ആൻഡ് എസ് വിയുടെ ഒരു ഇക്വിലിബ്രിയം, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് സബ്ലിമേഷൻ. അതായത് സബ്ലിമേഷൻ അല്ലേ ഒരു സോളിഡ് വേപ്പർ ഫേസിലേക്ക് പോണത്. സബ്ലിമേഷൻ കർവ് ഓഫ് ആരുടെ, സോളിഡിൻ്റെ, എസ് ആർ. ഓക്കെ, അതിൻ്റെ ഒരു ഇതാണ്. നൗ ലെറ്റ് മീ സി വാട്ട് ഇസ് ബി സി. ബി സി ഇസ് മൈ എസ് എം ടു എന്താ പറയുക, എസ് വി അല്ലേ, എസ് എം ഇൻ ഇക്വിലിബ്രിയം ടു എസ് വി, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ദ sublimation curve of SM, that is monoclinic sulfur and a sublimation curve ആണ്. Similarly, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. What is SCD? You can look back and it is SL in equilibrium with SV. Okay, you can see that. CD, നോക്കിക്കോളൂ, CD, SL in equilibrium with SV. Then BF നോക്കിക്കോളൂ, BF is my SR in equilibrium with SM. Then what is CF? CF is SM in equilibrium with SL. What is FG? FG is SR in equilibrium with SL. Then yeah, that's all, right? നമുക്ക് അത്രയല്ലല്ലോ. Yeah, so let me write all that. BF എന്ന് ഞാൻ പറഞ്ഞത് SR equilibrium with SM and CF was SM equilibrium with SL
and what was Fg? It was SR in equilibrium with SL. Now ഇതൊക്കെ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. Okay, SL നോക്കൂ, liquid becoming to vapor, which means it is the vapor pressure curve of liquid sulfur. Okay, then what is SR? ഇതായത് നോക്കൂ, ഇതൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് അല്ലേ, ഒരു സോളിഡ് ബിക്കമിങ് അനദർ ഫോം അല്ലേ. സോ ദിസ് ഇസ് ദ ട്രാൻസിഷൻ കർവ്. ഇതിൻ്റെ പേരാണ് ട്രാൻസിഷൻ കർവ് ഓഫ് ദി ഇക്വിലിബ്രിയം. ഓക്കെ, then you have ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ സി മൈ ബി എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കുറച്ചൊരു ടിൽറ്റ് നിങ്ങൾ കാണില്ലേ ടുവേർഡ്സ് ദി, അതായത് സി ഇവിടെ സി യു സി ദർ ഇസ് എ സ്മോൾ ടിൽറ്റ്, ഇങ്ങനെ ചെരിച്ചിട്ടാണ് ഞാൻ വരച്ചേക്കണേ, കണ്ടോ, സ്ട്രേറ്റ് അല്ല, ഇറ്റ് ഈസ് ലീനിങ് അവേ ഫ്രം ദ പ്രഷർ ആക്സിസ്. ഇതെന്താ വെച്ചാൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ടിൽറ്റിൻ്റെ ഇതെന്താന്ന് പറയണത് ഇസ് ദാറ്റ് pressure increase ചെയ്യുമ്പോൾ what is happening, the transition temperature for the reverse form, എന്താ പറയുക, transformation between the two allotrope forms. ഇത് allotrope forms ആണല്ലോ. So this shows that an increase of pressure increases the transition temperature. അപ്പോൾ transition temperature ഇൻക്രീസ് ചെയ്യുന്നു, ഇതാണ് അതിൻ്റെ അർത്ഥം. അതായത് ടെമ്പറേച്ചർ ഇത് കണ്ടോ, ഇത് പ്രഷർ ഇങ്ങനെ കൂടുകയാണല്ലോ, പ്രഷർ കൂടുന്തോറും നമ്മളുടെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ, അതായത് റോംബിക് സൾഫർ മോണോക്ലിനിക് ആവണേൻ്റെ ആ ട്രാൻസിഷൻ ഇല്ലേ, അതായത് ആ ടെമ്പറേച്ചർ വേർ ഇറ്റ് മൂവ്സ് ഫ്രം വൺ ഫേസ് ടു ദി അതർ, അത് ട്രാൻസിഷൻ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കൂടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ആ ക്രിസ്റ്റൽ അലോട്രോപ്പ് ഫോംസിൻ്റെ. ദെൻ വി കം ടു കർവ് സി എഫ്. സി എഫിൻ്റെ ഇതെന്താ വെച്ചാൽ നോക്കും, മോണോക്ലിനിക് ബിക്കമിങ് ലിക്വിഡ്, റൈറ്റ്. ദിസ് അഗെയിൻ യു ക്യാൻ സേ ദിസ് ഇസ് ദ ഫ്യൂഷൻ, ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ കർവ്, അതായത് ഞാൻ തിരിച്ചാണ് പറയുന്നത്, ഓഫ് എസ് എം, അതായത് ലിക്വിഡ് മോണോക്ലിനിക് ആയിട്ട് മാറുന്നതിൻ്റെ ഒരു ഫ്യൂഷൻ. ഓക്കെ, ദെൻ വാട്ട് ഈസ് എഫ് ജി? എഫ് ജി ഇസ് മൈ റോംബിക് ബിക്കമിങ് ലിക്വിഡ്. സോ ഇറ്റ് ഈസ് എ ഫ്യൂഷൻ കർവ് ഓഫ്, നമ്മൾ ഐ സിസ്റ്റമിൽ പറഞ്ഞ പോലെ തന്നെ ഫ്യൂഷൻ കർവ് ഓഫ് മൈ റോംബിക് സൾഫർ. Now let me go to the dotted curves. Okay, dotted curves means metastable equilibrium ആണ്. ഓക്കെ, മെറ്റാസ്റ്റേബിൾ, അതായത് ശരിക്കും അതൊരു ട്രൂ ഇക്വിലിബ്രിയം അല്ല, ഒരു പ്രത്യേക സമയത്ത് വരണ ഒരു ഇതാണ്. when you try to keep some conditions, ഒരു യഥാർത്ഥത്തിൽ ആ ഇക്വിലിബ്രിയം ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെ കാണുന്നുണ്ട് നമുക്ക്. ആൻഡ് ഇറ്റ് ഈസ് മെറ്റാസ്റ്റേബിൾ, അതായത് ഒരു ചെറിയൊരു നമ്മൾ ആ ഇക്വിലിബ്രിയം ഒരു ഡിസ്റ്റർബ് ചെയ്താൽ ഉടനെ അത് ഡിസ്റ്റർബ്ഡ് ആയി അത് ഇറ്റ് വിൽ വാനിഷ്. ഓക്കെ, സോ മൈ മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയംസ് ആണ് ഞാൻ ഇനി പറയാൻ പോണത്. ഓക്കെ, ഇക്വിലിബ്രിയ എന്നാണ്, ഇക്വിലിബ്രിയംസ് എന്നല്ല, ഇക്വിലിബ്രിയ. ഓക്കെ, അവിടെ ഉള്ളത് നമുക്കുള്ളത് ബി ഇ ഉണ്ടായിരുന്നു, എഫ് ഇ ഉണ്ടായിരുന്നു, ആൻഡ് സി ഇ. നോക്കിക്കോളൂ, ബി ഇ, ഓക്കെ, എഫ് ഇ ആൻഡ് സി ഇ. ആൻഡ് വാട്ട് യു ക്യാൻ സി, ബി ഇ പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി നോക്കൂ, ഇത് ഇങ്ങോട്ട് നീങ്ങിയിരിക്കുകയാണ്. സോ വിച്ച് മീൻസ് ദാറ്റ് റോംബിക് സൾഫർ ഇസ് കമ്മിങ് അപ് ടു ഹിയർ. മനസ്സിലായോ, ഈ ഡോട്ടഡ് ലൈന് വരെ വരുന്നുണ്ട്. സോ ഇറ്റ് ഇസ് റോംബിക് സൾഫർ ടു വേപ്പർ, ആൻഡ് ഇപ്പുറത്തെ വേപ്പർ ഫേസ് ഇസ് കമ്മിങ് അപ്പ്, ബി ഇ. Okay, either BC is coming up to BE. So which means that it is ശരിക്കും ആ ഒരു ടെമ്പറേച്ചറിൽ നമുക്ക് ഇത് എക്സിസ്റ്റ് ചെയ്യില്ലെങ്കിലും SR in equilibrium with, സോറി വേപ്പർ ഫേസ് അല്ലേ ഞാൻ പറഞ്ഞ, താഴെയല്ലേ ഇത്. സിമിലർലി SR equilibrium with SL and SL equilibrium with SV. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ മോണോക്ലിനിക്കിൻ്റെ ആ ഫോം ഇല്ലാതെ ആവുകയാണ്. ഈ ഒക്കെ കേസിലും ഇവിടെ മോണോ വേരിയൻ്റ് ആണ്. ഓക്കെ, ദ വേരിയൻസ് ഇസ് 1 എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ലെറ്റ്സ് ഗോ ടു പോയിൻറ്റ്സ്. പോയിൻറ്റ്സിൽ എപ്പോഴും നമ്മളിവിടെ പറയുന്നത് ഇസ് മൈ ട്രിപ്പിൾ പോയിൻറ്റ്. What is my triple point? My triple point is where there are 3. മൂന്നെന്ന് കേൾക്കുമ്പോൾ തന്നെ 3 ഫേസസ് കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, ട്രിപ്പിൾ പോയിന്റ്. ആൻഡ് ആ ഗിബ്സ് ഫേസ് റൂളിൽ നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2 1
-3 + 2 ചെയ്യുമ്പോൾ there is degree of freedom is 0, which means it is triple point is always an invariant point. അതായത് അങ്ങനെ ഒരു 3 പേര് ഒന്നിച്ചിരിക്കുന്ന ഒരു ഇതിൽ ടെമ്പറേച്ചറും പ്രഷറും നമുക്ക് ഒരു രീതിയിലും മാറാൻ പറ്റില്ല. ഇറ്റ് ഇസ് ഫിക്സ്ഡ്. ഓക്കെ, it is fixed. This is what is called a triple point. Okay, the point at which the degree of freedom is 0, it is invariant, and you have, it is എന്താ പറയുക, it is not necessary to specify the temperature or pressure in order to define the system. ആ പോയിന്റ് ആ ഒരു ടെമ്പറേച്ചർ പ്രഷറേ ഉള്ളൂ, നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ മീൻസ് അത് അങ്ങനെ 3 പേര് എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ദെയർ. സോ ട്രിപ്പിൾ പോയിന്റ്സ് ഇവിടെ ഉള്ളത് നമുക്ക് ബി ആണ്, സി ആണ്, എഫ് ആണ് അല്ലേ. യെസ്, ഐ ഹാവ് ബി. നോക്കൂ, SR, SV ആൻഡ് SM അല്ലേ. നോക്കൂ, ആ പോയിന്റിന്റെ ചുറ്റും ഏതൊക്കെ ഫേസ് ആണെന്ന് ഈ ചുറ്റും നോക്കിയാൽ മതി. SR ഇപ്പുറത്തുണ്ട്, SM ഇപ്പുറത്തുണ്ട്, ആൻഡ് SV ഇപ്പുറത്തുണ്ട്. സിമിലർലി ലെറ്റ് മീ ടേക്ക് ദ പോയിന്റ് സി. SM ഇപ്പുറത്തുണ്ട് എന്ന് ചുറ്റി നോക്കൂ. SM ഇപ്പുറത്തുണ്ട്, SL ഇപ്പുറത്തുണ്ട്, SV ഇപ്പുറത്തുണ്ട്. ദെൻ ഐ ഹാവ് ദ പോയിന്റ് എഫ് ഹിയർ. ഓക്കെ, SR ഇപ്പുറത്തുണ്ട്, SL ഇപ്പുറത്തുണ്ട്, SM താഴെയുണ്ട്. സോ ദീസ് ആർ 3. ഇവിടെ ഇപ്പം നമ്മൾ 2 അല്ലേ പറഞ്ഞത്. ഇവിടെ ഈ പോയിന്റ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന 3 ഫേസ് ആണ് SR in equilibrium with SM in equilibrium with SV, and this occurs at 95.6 degrees Celsius and 0.006 millimeter of pressure. Triple point C എന്ന് പറഞ്ഞാൽ SM is in equilibrium with SL is in equilibrium with SV, occurs at 120 degrees and 0.04 millimeter of mercury. Okay, that is my pressure. Triple point F എന്ന് പറയുന്നത് SR in equilibrium with SM in equilibrium with SL. ഞാൻ കാണിച്ചുള്ള ചുറ്റും ഒരു വട്ടം വരച്ചിട്ട് നോക്കിയാൽ മതി അപ്പുറപ്പുറം ആരാണ്. This occurs at 151 degrees Celsius and 1290 atmosphere ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ അത് ശ്രദ്ധിക്കണേ, ആ യൂണിറ്റ് മാറിയിട്ടുണ്ട് അവിടെ. മീൻസ് ഇറ്റ് ഈസ് ബിക്കോസ് ആ സ്കെയിലല്ല കൃത്യം ആ ഒരു ജസ്റ്റ് ഫോർ അസ് ടു നോ വി ഹവ് ജസ്റ്റ് പുട്ട് ഇറ്റ്. ദിസ് ഈ വാല്യൂസ് വളരെ കാര്യമായിട്ട് ഓർത്ത് വെക്കണം, ബിക്കോസ് ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ട്രിപ്പിൾ പോയിൻറ്റിൻ്റെ ടെമ്പറേച്ചറും പ്രഷറിൻ്റെ ഫിക്സഡ് വാല്യൂസ് നമ്മൾ ഓർത്ത് പറയണം. ആൻഡ് വി ഹാവ് വൺ മെറ്റാസ്റ്റേബിൾ ട്രിപ്പിൾ പോയിൻറ്റ് വിച്ച് ഇസ് മൈ ഇ. കണ്ടോ, ഈ നോക്കിക്കോളൂ ഇവിടെ. ഇനി ഈൻ്റെ ചുറ്റും ആരാ ഇപ്പുറത്തായിട്ട് പോലെയാണോ, ഇത് ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു. സോ ദർ ഇസ് റോംബിക് സൾഫർ ഹിയർ. മോണോക്ലിനിക് ഇല്ലാതെ ആയിന്ന് ഓർത്തോളൂ. ഇപ്പുറത്ത് ലിക്വിഡ് സൾഫർ ആൻഡ് ഐ ഹാവ് വേപ്പർ ഫേസ്. ഓക്കെ, സോ ഇത് ശരിക്കും ഈ ഒരു ട്രിപ്പിൾ പോയിന്റ് ഇങ്ങനെ, ദാറ്റ് ഈസ് മൈ ട്രിപ്പിൾ പോയിന്റ് മെറ്റാസ്റ്റേബിൾ. ഓക്കെ, മെറ്റാസ്റ്റേബിൾ ട്രിപ്പിൾ പോയിന്റ് ഇസ് അറ്റ് ഇ. ആൻഡ് അവിടെയുള്ള ഒരു മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ് SR, SL ആൻഡ് SV. ശരിക്കും അങ്ങനെ ഒരു ഇത് നമ്മൾ നോക്കൂ, റിയൽ ഇക്വിലിബ്രിയറിൽ ഇല്ല അത്, പക്ഷെ ഇങ്ങനെ ഒരു ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് 114 degrees Celsius and 0.03 millimeter of mercury. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് എഴുതി കഴിഞ്ഞാൽ യു ഗെറ്റ് ഫുൾ മാർക്സ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് യു ഷുഡ് റിമെമ്പർ. ദിസ് ഇസ് ഓൾ അബൌട്ട് സൾഫർ സിസ്റ്റം. താങ്ക് യു.